സുരക്ഷിതമായ വിമാനയാത്രയുടെ ശില്പി ഡോക്ടർ ശുഭ വെങ്കടേശ അയ്യങ്കാർ, പത്മശ്രീ ജേതാവ് 2026. ഇന്ത്യയുടെ ആധുനിക വിസിബിലിറ്റി സിസ്റ്റം നിർമ്മിച്ച ബുദ്ധിയായി അറിയപ്പെടുന്ന ഡോക്ടർ ശുഭ കുട്ടിക്കാലത്ത് അദൃശ്യമായതിനെ കണ്ടെത്താൻ ആഗ്രഹിച്ച കുട്ടിയായിരുന്നു. ശാസ്ത്രത്തിൽ എനിക്ക് എന്നും വലിയ താല്പര്യമുണ്ടായിരുന്നു. നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുതിയതായി അറിയാൻ അത് എനിക്ക് പ്രചോദനം നൽകി. അങ്ങനെ ഞാൻ ശാസ്ത്രം തിരഞ്ഞെടുത്തു. എന്റെ ശാസ്ത്രീയ അറിവ് മെച്ചപ്പെടുത്താൻ പല പരീക്ഷണങ്ങൾ നടത്തി. 9 സഹോദരങ്ങളിൽ ഏറ്റവും ഇളയതായിരുന്നു അവർ. എന്നിരുന്നാലും മൂത്ത സഹോദരന്റെ എഞ്ചിനീയറിംഗ് നോട്ട്സ് എഴുതാൻ അവർ സഹായിച്ചിരുന്നു. അവർക്ക് ശാസ്ത്രം പ്രിയങ്കരമായിരുന്നു. പഠനകാലം മുഴുവനും അവർ റാങ്ക് ഹോൾഡറും ടോപ്പറുമായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷയോ അഭിമുഖമോ ഇല്ലാതെ തന്നെ അവർക്ക് CSIR ഫെലോഷിപ്പ് ലഭിച്ചു. മെറ്റീരിയൽ സയൻസിൽ അവർ നടത്തിയ PhD ഗവേഷണവും കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്ന തെർമോഫിസിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തതും ശ്രദ്ധിക്കപ്പെട്ടു. ഇതിലൂടെ പല വസ്തുക്കളിലും ഉയർന്ന മർദ്ദവും താപനിലയുമുള്ള സാഹചര്യങ്ങളിൽ ഫേസ് ഡയഗ്രാമുകൾ സ്ഥാപിക്കുന്നതിനുള്ള മുന്നേറ്റ ഗവേഷണങ്ങൾ സാധ്യമായി. വാസ്തവത്തിൽ അവരുടെ 3 ഗവേഷണ പ്രബന്ധങ്ങൾ നാസയുടെ ഔദ്യോഗിക റിപ്പോർട്ടുകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ഒരു നിർണായക ഘട്ടമെത്തി. ഇന്ത്യയിൽ ഒരു പ്രധാന ദൃശ്യതാ സംവിധാനം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അത് ശരിയാക്കാൻ അവർക്ക് വെറും 3 മാസം മാത്രം ലഭിച്ചു. അവർ ദൃഷ്ടി വിസിബിലിറ്റി മെഷറിംഗ് സിസ്റ്റവും ഏവിയേഷൻ വെതർ ഒബ്സർവേഷൻ സിസ്റ്റവും വികസിപ്പിച്ചു. ദീർഘകാലം പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിന് ചെലവായത് ലോകത്തിൽ മറ്റെല്ലായിടത്തും ചിലവാകുന്നതിൽ വെറും 1% മാത്രമാണ്. മുമ്പ് എയർപോർട്ട്സിൽ സ്ഥാപിച്ചിരുന്ന ഇറക്കുമതി ചെയ്ത സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഡ്യുവൽ ബേസ് ലൈൻ സിസ്റ്റങ്ങളായിരുന്നു. 75 മീറ്ററും 50 മീറ്ററും. അതിന് 2 വ്യത്യസ്ത സംവിധാനങ്ങൾ ആവശ്യമായിരുന്നു. എന്നാൽ ഞങ്ങൾ അത് മാറ്റി വെറും 30 മീറ്റർ ബേസ് ലൈൻ ഉള്ള ഒരു ഏകീകൃത സിസ്റ്റമായി വികസിപ്പിച്ചെടുത്തു. ഇന്ന് ദൃഷ്ടി 171 വിമാനത്താവളങ്ങളിലും എയർബേസുകളിലും പ്രവർത്തിക്കുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം സർക്കാരിന് കോടികൾ ലാഭമുണ്ടാക്കി. ലോ വിസിബിലിറ്റിയിലും പൈലറ്റുമാർക്ക് സുരക്ഷിത ലാൻഡിംഗ് ഉറപ്പാക്കി. ഇന്നിത് WMOയും ICAOയും ആഗോളതലത്തിൽ ശുപാർശ ചെയ്യുന്ന സംവിധാനമാണ്. അവരുടെ ശാസ്ത്രത്തിലുള്ള പരിജ്ഞാനം വ്യോമശാസ്ത്രത്തിനപ്പുറം DRDOയും DRDLAയും ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന ദേശീയ പദ്ധതികളിലും നിർണായകമായി. ഇതവരുടെ ശാസ്ത്രീയ നിർണയങ്ങളിലുള്ള വിശ്വാസവും അവരുടെ പ്രവർത്തനത്തിന്റെ ദേശീയ പ്രാധാന്യവും തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരിലെ ശാസ്ത്ര പ്രതിഭയെ തേടി അനവധി ബഹുമതികളും അംഗീകാരങ്ങളും എത്തി. ഇന്ന് ഭാരതത്തിന് ഇതിലുമേറെ സൃഷ്ടിക്കാനാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. രാജ്യസേവനം ഏത് രീതിയിൽ തുടരാൻ ഞാൻ സന്നദ്ധയാണ്. പുതിയ സംവിധാനങ്ങൾ നിർമ്മിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും ഞാൻ തയ്യാറാണ്. രാജ്യത്തിനെ ഏത് രീതിയിൽ സഹായിക്കാനും ഞാൻ തയ്യാറാണ്. ഡോക്ടർ ശുഭ വെങ്കടേശ അയ്യങ്കാർ, പത്മശ്രീ 2026. കോടി കോടി നമസ്കാരം.